ആഗസ്റ്റ് 21 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. ഇറ്റലിയിലെ ത്രെവിസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജവാനി ബത്തിസ്ത സാർത്തോയുടെയും മർഗരീത്ത സാൻസണിൻ്റെയും 10 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ജോസഫ് സാർത്തോ. പഠനകാലത്ത് ദാരിദ്ര്യനിമിത്തം ചെരുപ്പില്ലാതെയാണ് കാസ്റ്റൽ ഫ്രാങ്കോയിലെ സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത്. പഠന സാമർഥ്യം കൊണ്ട് പാദുവ സെമിനാരിയിൽ പഠിക്കാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. സ്വഭാവഗുണവും നല്ല ഓർമ്മശക്തിയുമുള്ള ജോസഫ് സാർത്തോ നല്ല ഭാവിയുള്ള വിദ്യാർത്ഥിയാണെന്ന് സെമിനാരി അധികൃതർ അഭിപ്രായപ്പെട്ടു. 1858 സെപ്റ്റംബർ 18-ാം തീയതി ജോസഫ് വൈദികനായി. ടെബോളോ, സാൽസാനോ എന്നീ ഇടവകളിൽ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. പ്രസംഗങ്ങൾക്ക് നല്ല ഓജസ്സും ദൈവാലയ ശുശ്രൂഷകൾക്ക് കൃത്യനിഷ്ഠയും ദീർഘനേരം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹത്തെ ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി. 1884 നവംബർ 16-ാം തീയതി മാന്തുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. മെത്രാഭിഷേകം കഴിഞ്ഞ് അമ്മയെ സന്ദർശിച്ചപ്പോൾ തൻ്റെ മോതിരം അമ്മയെ കാണിച്ചു കൊടുത്തു. അമ്മ തൻ്റെ വിവാഹമോതിരം കാണിച്ചുകൊണ്ടു പറഞ്ഞു, ഞാൻ ഇതു ധരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അത് ലഭിക്കില്ലായിരുന്നു. 1893 ബിഷപ്പ് ജോസഫ് കർദിനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം തന്നെ വെനീസിലെ പാട്രിയർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ മരണശേഷം പേപ്പൽ തിരഞ്ഞെടുപ്പിന് പോയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചായിരുന്നെങ്കിലും ദരിദ്രനും വിനീതനുമായ കാർഡിനൽ സാർത്തോ 1903 ആഗസ്റ്റ് 4-ാം തീയതി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. 9-ാം തീയതിയായിരുന്നു 10-ാം പിയൂസിന്റെ കിരീടധാരണം. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു തിരുമേനിയുടെ മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോന നമസ്കാരം, ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു. കാനൻ നിയമസമാഹാരമുണ്ടാക്കാൻ നടപടികളെടുത്തു. 1907 കർത്താവിന്റെ അജഗണത്തെ പോറ്റുക എന്ന ചാക്രിക ലേഖനത്തിലൂടെ അതിസ്വാഭാവിക ശക്തി നിഷേധിക്കുന്ന ആധുനികതയുടെ വാദങ്ങളെ അദ്ദേഹം തിരുത്തി. കത്തോലിക്ക സാമൂഹിക പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അദ്ദേഹം അൽമായർക്കും അനുവദിച്ചു. തിരിച്ചറിവ് വന്ന കുട്ടികൾക്കു കൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അദ്ദേഹം അനുവാദം നൽകി. അതിനാൽ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്ന് 10-ാം പിയൂസിനെ വിളിക്കാറുണ്ട്. മാർപ്പാപ്പ ആയിട്ടും ദാരിദ്ര്യാരൂപിക്ക് വ്യത്യാസം വന്നില്ല. വത്തിക്കാനിലെ വിലപിടിച്ച കാർപ്പറ്റുകളൊക്കെ മാറ്റിവെച്ചു. ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്നാനായ കത്തോലിക്കർക്ക് മാത്രമായി കോട്ടയം സീറോ മലബാർ രൂപത സ്ഥാപിച്ചത് 10-ാം പിയൂസ് മാർപ്പാപ്പയാണ്. 1914 ആഗസ്റ്റ് 2-ാം തീയതി ലോകമാസകലമുള്ള കത്തോലിക്കർക്ക് മാർപ്പാപ്പ ഇപ്രകാരം എഴുതി: ഒരു ഭീകരയുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് ഏതാണ്ട് യൂറോപ്പ് മുഴുവനെയും കീറിമുറിച്ചിരിക്കുന്നു. സങ്കടവും കണ്ണുനീരും കൂടാതെ അതിൻ്റെ നാശനഷ്ടങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് എത്രയും പ്രിയപ്പെട്ട അനേകരുടെ ജീവനെയും ആത്മരക്ഷയും പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തെ ആകുലമാക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ തിരുമുമ്പിൽ അഭയം തേടാൻ എല്ലാ കത്തോലിക്കരോടും നാം അഭ്യർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു, ഈ യുദ്ധം എൻ്റെ മരണമാണ് എന്നുരുവിട്ടുകൊണ്ടിരുന്നു. 1914 ആഗസ്റ്റ് 20-ാം തീയതി മാർപ്പാപ്പ ഹൃദയാഘാതത്തെ തുടർന്ന് ദിവംഗതനായി. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു: ദരിദ്രനും അതേസമയം സമ്പന്നനും വിനീതഹൃദയനും ശാന്തശീലനും കത്തോലിക്ക താൽപ്പര്യങ്ങളുടെ ധീരസംരക്ഷകനും എല്ലാം ക്രിസ്തുവിലേക്ക് പിന്തിരിക്കുന്നതിന് ബദ്ധശ്രദ്ധനുമായ 10-ാം പിയൂസ്. പ്രാർത്ഥന. ശാന്തശീലനും വിനീതഹൃദയനുമായ യേശുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഗമിച്ച വിശുദ്ധ 10-ാം പിയൂസ് പാപ്പായെ സഭാശുശ്രൂഷകരിൽ അങ്ങ് ജീവിച്ച് ശോഭിപ്പിച്ച ചൈതന്യം നിലനിർത്തുവാനായി പ്രാർത്ഥിക്കണമേ.